ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചക്കവടയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി മൂത്തിട്ടുള്ള ഒരു 20 ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിനായിട്ട് പകുതി ചക്കച്ചുളകൾ മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചക്കച്ചുളകളുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇതാ വളരെ പെർഫെക്റ്റ് ആയി തന്നെ ചക്കയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു ചക്കവട നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി പൗഡർ ചേർത്താൽ മതിയാവും. ഇതിലോട്ട് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പത്തിരിക്കും ഇടിയപ്പത്തിനും കിടക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1/4 ഭാഗത്തോളം പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു മാവ് കണ്ടോ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ബാക്കിയുള്ള അരിപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ 2.5 ഗ്ലാസ് അരിപ്പൊടി മുഴുവനായിട്ടും ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ടൈറ്റ് ആയി പോകരുത്, കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൂൽപുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചെല്ലിട്ട് കൊടുക്കാം. ഇതിലോട്ട് മാവ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടയ്ക്കാം. ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാവ് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ചുറ്റിച്ചെടുക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ചക്കവട റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചക്കവടയാണിത്. നിങ്ങളിത് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഒരു 2-3 ആഴ്ചയൊക്കെ ഒട്ടും കേടുകൂടാതെ തന്നെ ഇതിരുന്നോളും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചക്കവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.